ഭയങ്കര ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട് ഒരു സാധനം, അല്ലെങ്കിൽ ഞാനും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടേണ്ട ഒരു സാധനം ഭയങ്കര ഈസിലി ഫുൾ ഓഫ് ചെയ്യാൻ പറ്റിയത് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് പോലും അതറിയില്ല. അത് ഇവൻ കൂട്ടുകാരുടെ അടുത്ത് പറയുന്ന അത്രയ്ക്കും ഒരു സാഹചര്യത്തിൽ നിൽക്കും, പ്രശ്നമാവും എന്നുള്ള ഇതിലാണ് അവസ്ഥയിലാണ് ഇവൻ പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക്. നൗഫലൊക്കെ എനിക്ക് ചെറുതായിട്ടൊന്ന് പാടിയാൽ കൊള്ളാന്നുണ്ട്. അല്ല, ഇതിൽ വേണമെന്നില്ല, അടുത്ത പടത്തിലായാലും കോമഡി അല്ല ഇവള്. എനിക്ക് ഇങ്ങനെ താല്പര്യമുണ്ട് പാടാൻ. ഓക്കെ പാടിക്കോ. അത് കഴിഞ്ഞ് അതല്ല സിനിമയിൽ ഇങ്ങനത്തെ പോയി കഴിഞ്ഞാൽ ഒരു 70-80 ദിവസം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ നഫു കുറച്ച് സീനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നീ എഡിറ്ററല്ലേ ഒന്നുകൂടെ നോക്കി വെക്കടാ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ സീൻ കൊണ്ടെടുക്കുകയാണ്. അല്ല അങ്ങനെയല്ല. അടുത്ത ദിവസം ഒരു ഹനുമാന്റെ ക്ഷേത്രം. അപ്പൊ ഒരു കൂട്ടുകാരൻ എൻ്റെ ചെവിയിൽ സഭ ചില പോർഷനിലൊക്കെ വരുമ്പോൾ ഇവരുടെ മുഖത്തൊക്കെ ഒരു അലമ്പ ലൈറ്റൊക്കെ കിടക്കും, ഒരു അലമ്പ് ലൈറ്റൊക്കെ കിടപ്പുണ്ടാവും. അപ്പൊ ഞാൻ ചെന്ന് പറയടാ അതെടുക്കുവോ, അതെടുക്കൂല. അപ്പൊ തന്നെ എന്നിട്ട് അപ്പൊ അത് അഭിനയിച്ചുള്ള ചമ്മലാണ്. ഞാൻ വിചാരിച്ചു മാത്യുവിനുള്ള ചമ്മലായി. മനസ്സിലായില്ല, അഭിനയിച്ചതാ. നാച്ചുറൽ ആയിട്ടുണ്ട്. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു ഇൻ ഫോക്കസ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ടീം നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. സോറി, ഒന്നുകൂടെ പറയാം. നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. ഒന്നുകൂടെ കറക്റ്റ് റൈഡേഴ്സ്. കറക്റ്റ് അല്ലേ? ഒന്നുകൂടെ കറക്റ്റാ. നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. അടിപൊളി. Welcome to our show and let me introduce എല്ലാവരെയും. We have of course Matthew, Meenakshi, Sharath, Abhilash, DOP ആണ്, and we have the director Naufal with us. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. യെസ്. അപ്പോൾ ഈ നൈറ്റ് റൈഡേഴ്സ് എന്നൊക്കെ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരുടെ കഥയാണെന്ന്. പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഒരു ജോണറും കംപ്ലീറ്റ്ലി പുതുമയുള്ള ഒരു ജോണറും കൂടിയാണ് ഹൊറർ കോമഡി. നമ്മൾ മലയാളത്തിൽ അധികം കാണാറില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടത് ഏതാ രോമാഞ്ചാണ് കുറച്ചൊക്കെ ഒരു ഹൊറർ കോമഡി ജോണറിൽ നിന്നിരുന്നത്. സോ ടെൽ മീ അബൌട്ട് ദ മൂവി. മാത്യു, ഇത് ഈ ഒരു ജോണർ കൈകാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണോ ഹൊറർ? അല്ല എനിക്ക് കാണാൻ പറ്റില്ല ഹൊറർ സിനിമകളൊന്നും, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ ഫസ്റ്റ് എനിക്കൊരു ഹൊറർ കോമഡി വന്നത് ഇത് തന്നെയാണ്, നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് തന്നെ. പിന്നെ നമുക്കൊരു ഹൊറർ കോമഡി എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാം ഉണ്ട് സിനിമയിൽ. റൊമാൻസ് ഉണ്ട്, ആക്ഷൻ, ഒരു മിസ്റ്ററി ത്രില്ലറാണ്. അപ്പോൾ എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യുന്നൊരു ജോണറാണ്. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതിന്റെ പാട്ടാവാൻ. എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നിങ്ങളുടെ റൊമാൻറ്റിക് സീക്വൻസ് ആണ്. ഐ മീൻ യു സീം ലൈക്ക് വെരി കംഫർട്ടബിൾ വിത്ത് ദ സീക്വൻസ്. ഒരു ചെറിയ ചമ്മലുണ്ടോ, കുറെ നാള് റൊമാൻസ് ചെയ്യാത്ത പരിചയക്കുറവുണ്ടോ എന്നുള്ളൊരു സംശയം മാത്യു. തണ്ണീർമത്തിന് ശേഷം ഒരു പ്രോപ്പർ റൊമാൻസ് ആണ് ഇതില്. ഇല്ല, കുറച്ചും കൂടെ ഒരു ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സോങ് കൊറിയോ ഒക്കെ ചെയ്ത് നമ്മള് ലൈക് മൊണ്ടാഷ് ഒക്കെ പോലെ ആണെങ്കിലും അതിനൊരു കൊറിയോ ഉണ്ടായിരുന്നു. പ്രമേഷ് എന്ന് പറഞ്ഞ മാസ്റ്ററാണ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്ത്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ മീനാക്ഷിയോടെ ചെയ്തെന്നുള്ളൊരു വിഷമം മാത്രം. ഭയങ്കര ചമ്മലായിരുന്നു മാത്യു ഷൂട്ട്. അതൊക്കെ വെറുതെ ബിഹൈൻഡ് ദ സീൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ. സോറി, ഈ ചമ്മലെന്താന്ന് വെച്ചാലേ ക്യാരക്ടർ പിടിച്ചത് ആക്ച്വലി. അതായത് ഇവളെ കുറെ നാളുകൾക്ക് ശേഷം മീറ്റ് ചെയ്തിട്ട് കൂടെ നടക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പൊ ഒരു സ്വാഭാവികമായിട്ടും ഒരു ഉണ്ടാവില്ല. ഇനി ഒന്ന് ജെല്ലായി വരണം. ആ ജെല്ലായി വരുന്നിടത്തു നിന്നാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അത് അഭിനയിച്ചുള്ള ചമ്മലാണ്. ഞാൻ വിചാരിച്ചു മാത്യുവിനുള്ള ചമ്മലായി. മനസ്സിലായില്ല, അഭിനയിച്ചതാ. നാച്ചുറൽ ആയിട്ടുണ്ട്. നിങ്ങളുടെ സീക്വൻസ് എങ്ങനെയായിരുന്നു? ഹൗ വാസ് ഷൂട്ട്? രസമായിരുന്നു. നമ്മള് കോയമ്പത്തൂരാണ് സോങ് ഷൂട്ട് ചെയ്തത്. ആദ്യം നമുക്ക് വേറൊരു പാട്ടായിരുന്നു. അത് ലിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് പുതിയൊരു സോങ്ങിലേക്ക് വന്നു. ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റയർലി ഡിഫറെന്റ് കോൺട്രാസ്റ്റിലുള്ള വേറൊരു സോങ് ആയിരുന്നു. ഒരു ഉത്സവം സോങ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ആക്ഷൻ നേഹ ആദ്യമായിട്ട് ചെയ്ത് തന്നത്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതിൻ്റെ തലേ ദിവസം ആണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇത് വെച്ച് ഷൂട്ട് ചെയ്യാതെ വേറെ വഴിയില്ല. അത് വെച്ച് ഷൂട്ട് ചെയ്തു. പ്രമേഷ് കൊറിയോഗ്രാഫർ പറയും, മച്ചാ ലിപ്പോട്ട് പള്ളം മച്ചാ. നമ്മളില്ല വേണം മച്ചാൻ പടത്തേക്ക് സോങ്ങേ പിടിക്കില്ല, ഇത് സിനിമക്കാக പണ്ടോ പറഞ്ഞിട്ട് അവനെ സമ്മതിപ്പിച്ച് ലിപ്പില്ലാതെ ഷൂട്ട് ചെയ്തത് കാരണം ഞങ്ങൾ എന്നിട്ട് വേറൊരു സോങ് അത് വർക്കല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് സോങ് മാറ്റി അതായത് ഇപ്പോഴുള്ള ഇതിലോട്ട് കൊണ്ടുവന്നു. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സോങ് ആക്ച്വലി ഷൂട്ട് ചെയ്ത്.
പക്ഷെ മാച്ച് ആയോ അത്? അത് മാച്ചാക്കി. ശരത് ഇത്തിരി യക്ഷി ഹാങ് ഓവറിലാണ് തോന്നുന്നു. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ടോ വൈറ്റ്. അവിടെ ഒരു ഹൊറർ, ഇവിടെ ഒരു ഹൊറർ കൂടി പോയില്ലേ? ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയാ ശരത്. ഇത് ഞാൻ ഒരു നാട്ടും പുറത്തെ കറക്റ്റ് ചോദ്യം ഇതാകുമ്പോ എനിക്ക് പറയാനുണ്ട്. ഉണ്ട്. അങ്ങനെ ഞാൻ തുടങ്ങാറ്. ഫസ്റ്റ് ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സവാലില്ല. ഓക്കെ പറ, എനിക്കൊരു ഓട്ടോ ഉണ്ട്. അല്ല ശരത് ഇത് പറ. ശരത് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം, സഭാന്ന് വിളിക്കുന്നതാണ്? സഭാന്ന്. സഭാന്ന് വിളിക്കുന്നത്. അല്ല, ശരത് വിളിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ സഭാന്ന് കൂട്ടിച്ചേർത്തത്. സഭാന്ന് എങ്ങനെയാണ് കൂട്ടിച്ചേർത്തതാ. ആണോ? ചേർത്ത സ്വയമേ ചേർത്താണ്? അതെന്തോ തമിഴ് പടം കണ്ടിട്ട് അങ്ങനെ എന്തോ. അതെന്താണ് സ്റ്റോറി കേക്കട്ടെ. ആ എന്ത്? അല്ല, ശരത് കുമാർ PR എന്നായിരുന്നു എൻ്റെ ശരിക്കും പേര്. സഭ സഭ സഭ, അത് മതി. എന്നിട്ട് അതെങ്ങനെ സഭയായി? ഞങ്ങൾ ഡ്രാമ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പേര് മാറ്റി ഓരോരുത്തർ നമ്മുടെ സീനിയേഴ്സിനൊക്കെ നോക്കുന്ന സമയത്ത് സ്റ്റേജിനെ വേറെ ബേസിൽ ഭാമ, എവിടെ ഭാമ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ 1-2 പേരുകൾ ഇങ്ങനെ മാറുന്ന ട്രെൻഡ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ശരത്ത്, ഒരുപാട് ശരത്തുണ്ട് മ്യൂസിക്കിൽ. തൊട്ടപ്പുറത്ത് മ്യൂസിക്കിൽ ഒരു ശരത്തുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും 1-2 ശരത്ത് അവിടെ ഉണ്ടാവും. ശരത്ത് എന്ന് വിളിച്ച് കഴിയുമ്പോൾ 2-3 പേര്. ലെജൻഡ് ശരത്ത് സാറിന് എല്ലാവരും ഉണ്ടതല്ലോ. അപ്പൊ പിന്നെ ശരത്ത് പേര് മാറ്റാന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തമിഴ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു ക്യാരക്ടറിന്റെ പേര് സഭാന. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പടത്തുനിന്ന് പുറത്തിറങ്ങി ഞങ്ങളിങ്ങനെ സഭ എന്ന് പേര് കൊള്ളാലോ, അപ്പോൾ എനിക്ക് സഭ എന്നാക്കിയാലോ എന്ന് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ആ കൊള്ളാം, അതിട്ടോ, ഓക്കെ ഇട്ടു. അടുത്ത ദിവസം ഒരു ഹനുമാന്റെ ക്ഷേത്രം. അപ്പോൾ ഒരു കൂട്ടുകാരൻ എൻ്റെ ചെവിയിൽ സഭ അങ്ങനെ പേര് ഫിക്സ് ആയി. അന്നപ്പോൾ തന്നെ നമ്മളവിടെ വേറൊരു വർക്ക്ഷോപ്പിന് പോയിരിക്കുമായിരുന്നു. ഈ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് നമ്മൾ വർക്ക്ഷോപ്പിൽ ഇത് ചെയ്ത് അപ്പോൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയല്ലോ, എന്താ പേര് ഇവരുടെയൊക്കെ പേര്. എൻ്റെ അടുത്ത് വന്നപ്പോൾ സഭ. അവിടെ തൊട്ട് സഭയായി. നന്നായി. എന്തായാലും ആ ഹനുമാൻ ക്ഷേത്രത്തിൽ പേര് വിളിച്ചത് വർക്കായി. ശരത് ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്, പക്ഷെ ഞാൻ മറന്നുപോയാ ചോദിച്ചത്. ആ ക്യാരക്ടർ നാട്ടും പുറത്ത് എല്ലാവരും നമ്മുടെ ചുറ്റിനുമൊക്കെ കാണുന്ന ഒരാള്. മാത്യുവിന്റെ കൂട്ടുകാരൻ. മാത്യുവിനേക്കാളും കുറച്ച് വയസ്സ് പ്രായമുണ്ട്. അവൻ ഏട്ടാന്ന് വിളിക്കും, ചില സമയത്ത് എടാന്ന് വിളിക്കും, ചില സമയത്ത് തെറി വിളിക്കുക. അങ്ങനത്തെ സ്വാതന്ത്ര്യമുള്ള ഒരു ചേട്ടൻ. നാട്ടുമ്പുറത്ത് നമ്മളെല്ലാവരും കാണുന്ന പോലെ വൈകുന്നേരം ഒരു 2 അടിച്ച് ചില്ല് ചെയ്ത് രാവിലെ അങ്ങനെ ഒരു ഒഴുക്കിന് പോകുന്ന പണി. നാട്ടുകാരെ ബോധിപ്പിക്കാനാണോ എന്തുകൊണ്ടോന്ന് അറിയില്ല, ആൾക്ക് ഓട്ടോ ഉണ്ട്. പക്ഷെ ഓട്ടോ ഓടിക്കുന്നതൊന്നും ഇല്ല. മറ്റേ വരുമാനത്തിന് വേണ്ടി ഓട്ടോ ഒന്നും ഓടിക്കുന്നില്ല സിനിമയിൽ, അല്ലേ? എന്നെക്കാളും കൂടുതൽ ഫ്രണ്ട്സ് ആയിരിക്കും ഓട്ടോ ഓടിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പൈസയുടെ അത്യാവശ്യം വരുന്ന സമയത്ത് അമ്മയോടാണ് ചോദിക്കുന്നത്, മാല പണയം വെക്കാനോ കുടുംബ ഇതിൽ ചോദിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധാ ഒഴുക്കമട്ടിൽ ഇങ്ങനെ പോകുന്നു. ഒരു പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും അധികം പേടിക്കുന്നതും ശരത്തായിരിക്കും, അല്ലേ? അല്ല, പേടിപ്പിക്കുന്നതും ശരത്തിനെ ആയിരിക്കും, ആണോ? അല്ല, കുറച്ച് ഡയമെൻഷൻസ് ഉണ്ട്, അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. മീനു പറയൂ, എന്റെ ക്യാരക്ടറിന്റെ പേര് ധന്യ എന്നാണ്. ഇതിനകത്ത് ഞാനൊരു നാട്ടിൻപുറത്തെ ഒരു പെൺകുട്ടി, PSC കോച്ചിങ്ങിനൊക്കെ പോയി, കുറച്ച് ഡിറ്റക്റ്റീവ് സ്വഭാവമൊക്കെ ഉള്ള, ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള, എന്ത് വന്നാലും നേരിടാൻ ധന്യ റെഡിയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ മാത്യു ചെയ്യുന്ന ക്യാരക്ടറിന്റെ അടുത്ത് ഒരു ലവ് ഇൻട്രസ്റ്റ് ആ ഒരു ട്രാക്കിലാണ് പോകുന്നത്. പിന്നെ കുറച്ച് സസ്പെൻസ് എലിമെന്റ്സ് ഒക്കെ ത്രൂ ഔട്ട്, അതിപ്പോ പറയാൻ പറ്റില്ല, വരുന്നുണ്ട്. അപ്പൊ മാത്യുവിന് എന്തായിരുന്നു ബ്രീഫ് ഡയറക്ടർ സാർ? ഈ പറഞ്ഞ പോലെ മംഗലാപുരത്തുനിന്ന് ശ്യാം അവൻ അവിടെ എഞ്ചിനീയറിംഗ് ഒക്കെ എഴുതി, എക്സാം ഒക്കെ എഴുതി നാട്ടിയിട്ട് തിരിച്ചു വരുമോ, ഒരു വെക്കേഷനോ അങ്ങനെ ഒരു നാട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവന്റെ മെയിൻ ഉദ്ദേശം കൂട്ടുകാർ കൂടെ ചില്ല് ചെയ്യുക തന്നെയുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഒരു കറക്റ്റ് സമയത്ത് രാത്രി വൈകുന്നേരം വിളക്ക് വെക്കുമ്പോൾ തന്നെ വീട്ടിൽ കയറുന്ന ഒരാളാ. അമ്മയുള്ളൂ വീട്ടില്, പിന്നെ ഒരു അമ്മാവനുണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര ഒരാളാണ്. പക്ഷെ ഇവന്റെ അമ്മയ്ക്കും ഇവനും മാത്രം അറിയാവുന്ന ചില പ്രശ്നങ്ങൾ ഇവനുണ്ട്, അത് വേറെ ആർക്കും അറിയില്ല. അപ്പോ ലോകത്ത് ഈ മാത്യുവിന്റെ ക്യാരക്ടറിനും ആ അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു
ഒരു രഹസ്യമാണ്. അടുത്തുള്ള കൂട്ടുകാർക്ക് പോലും അറിയില്ല. അതെ അത്രയും ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് പോലും അതറിയില്ല. അത് ഇവൻ കൂട്ടുകാരുടെ അടുത്ത് പറയുന്ന അത്രയ്ക്കും ഒരു സാഹചര്യത്തിൽ നിൽക്കും, പ്രശ്നമാവും എന്നുള്ള ഇതിലാണ് അവസ്ഥയിലാണ് ഇവൻ പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് എന്ന് പറയുന്നത്. ഈ ബാക്കി നടക്കുന്ന മേജർ ഇൻസിഡന്റുകളിൽ പെട്ടുപോകുന്നതും അപ്പൊ അത് ഓവർകം ചെയ്യണമെങ്കിലൊക്കെ ഇവൻ ഈ ട്രോമ ഓവർകം ചെയ്യണം ഫസ്റ്റ്. അപ്പൊ അതിവൻ ഓവർകം ചെയ്യാൻ ഇത് എടുക്കുന്ന എഫേർട്ടുകളും സംഭവങ്ങളാണ്. ഒരു സീൻ ഉണ്ട് ഭയങ്കര. അതെ അതെ, കഥാഗതിയിൽ ഓർഗാനിക്കലി ടുവേർഡ്സ് എൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവന് അവൻ്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്ന പരിപാടി ഓവർകം ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അതിന്ന് പിന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ട്, അതാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ റൈറ്റേഴ്സ് രണ്ടുപേരും നേരത്തെ പ്രണയവിലാസം എഴുതിയ, അപ്പോൾ എങ്ങനെയാണ് ഈ ത്രെഡിലേക്ക് എത്തിയത്, ഈ കഥയിലേക്ക് എത്തിയത്? നോഫൽ ഇതിനു മുമ്പ് കുറേ സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ ആ സിനിമ സംവിധാനം ചെയ്യാന്നുള്ള ഐഡിയ ആയിട്ട് കുറച്ചായി ഇങ്ങനെ നടക്കണം. അപ്പോൾ നല്ലൊരു സബ്ജക്റ്റ് അന്വേഷിച്ചെടുക്കുക. വേറെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നടക്കാതെ പോയി. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഫർഹാൻ എന്ന് പറയും, അവനാണ് പറഞ്ഞു ഇങ്ങനെ ജ്യോതിഷ സൂര്യ പ്രണയവിലാസം അവന്മാരുടെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവന്മാരുടെ നിന്ന് കേട്ടു. ഐഡിയ തന്നെ ഭയങ്കര രസമാണ്. നമ്മളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥ എല്ലാ നാട്ടിലും അല്ലെങ്കിൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമ്മൾ കേട്ട് മറന്ന അല്ലെങ്കിൽ കേട്ടോണ്ടിരുന്ന ഒരു കഥയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച ഞാൻ എന്തുകൊണ്ട് ഇങ്ങനൊരു കഥ ആലോചിച്ചില്ല, ഇങ്ങനൊരു ഐഡിയ നമുക്ക് തോന്നിയില്ല, കൊള്ളാലോ ഈ പരിപാടി എന്ന് പറഞ്ഞ് മൊത്തം കേട്ടു. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സും ഈ നാടും ഒക്കെ നല്ല രസമാണ്. പിന്നെ നമുക്കും ക്രിയേറ്റീവായിട്ടും അതുപോലെ നമ്മുടെ ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ ഒരു ഐഡിയ ആയിട്ടാണ് ഞാനിതിനെ കൺസീവ് ചെയ്യുന്നത്. കാരണം നമുക്ക് എന്താ പറയുക, തൊടുപുഴ അല്ലെങ്കിൽ ഒറ്റപ്പാലം, വയനാട് പോലത്തെ സ്ഥലങ്ങളിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ കോൺഫിഡൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പണിപ്പെട്ട് ലൊക്കേഷൻ തപ്പി നടന്ന് തമിഴ്നാട്ടിലാണ് ഫിക്സ് ആവുന്നത്. കോയമ്പത്തൂർ കരടിമട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലം കിട്ടിയത്. അവിടെ പിന്നെ വേണ്ട പോലെ സെറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഈ പരിപാടി ഉണ്ടാക്കണത്. അപ്പോൾ അവിടെ സെറ്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. അതെ അതെ, ഒരു മേജർ സെറ്റ്, മേജർ സെറ്റ് പോർഷനുള്ള സെറ്റ് കുറേ ഏരിയ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു പൊട്ടൻഷ്യലുള്ള പരിപാടിയായത് തോന്നിയത് കൊണ്ടും പിന്നെ എൻ്റെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പറയണല്ല, എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്യു, മീനാക്ഷി സഭ, റോഷൻ, എൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഭയങ്കര എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഇവരെ വെച്ച് പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെയാണ്. അഭിലാഷോട് ചോദിക്കട്ടെ, അഭിലാഷിന് ഇപ്പം ഒരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അത് ഇത്രൂടെ ചാലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഫാൻറ്റസിയും ഫിക്ഷണലും ആയതുകൊണ്ട് തന്നെ വേറെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്ത് തന്നെ. പിന്നെ ആർട്ട് ഡയറക്ടർ നൗഫലിന്റെ ബ്രദറാണ് നവാബ് ആൽക്കോ, പുള്ളിയാണ് ആർട്ട് ഡയറക്ടർ. അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായി. അപ്പോൾ ആ സെറ്റ് പണിയൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ വളരെ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ അടിപൊളി ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടായിരുന്നു പരിപാടി. അല്ല, എന്താ ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ നോഫിൽ പറഞ്ഞല്ലോ ഒരു പാരലൽ യൂണിവേഴ്സ് പോലെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ നാട്ടുംപുറം അല്ല, ഒരു വേറൊരു സ്പേസ് ആണ്. ആക്ച്വലി അങ്ങനെ ഒരു ടോട്ടലി ഒരു വേറൊരു യൂണിവേഴ്സ് ക്രിയേഷൻ അല്ല ഇത്. നമ്മുടെ റിയാലിറ്റിയിൽ നിന്നും ഇങ്ങനെ ഒരു ഫിക്ഷനും കൂടി ഒരു ബ്ലെൻഡ്. അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരായാലും കഥാപാത്രങ്ങളാണെങ്കിലും ഇവർ കാണിക്കുന്ന ഇവരുടെ സമയം പോക്ക്, നേരം പോക്കുകൾ, സ്ഥലങ്ങൾ, കവല ഇല്ല അങ്ങനെയൊക്കെയുള്ള പരിപാടിയെല്ലാം സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ കഥാപരമായിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഫാൻറ്റസി എലമെൻ്റ് ആണ് അതിനെ സൂപ്പർ നാച്ചുറൽ പരിപാടിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സിനിമകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം മിന്നൽ മുരളിയോ ലോക്കിയോ അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ ആയിട്ടുള്ള കമ്പയർ ചെയ്യുകയാണെങ്കിലും അതിനകത്ത് എലമെന്റ്സ് ഓഫ് CGI അതൊക്കെ അത് രണ്ടുമായിട്ട് ഒരു ബന്ധമില്ല. ഇല്ല, അതൊന്നുമില്ല, വളരെ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീയൊക്കെ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. പിന്നെ നൗഫൽ പറഞ്ഞ പോലെ ഈ കഥ ഇതിന്റെ ഒരു മെയിൻ ഒരു ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നടന്നേക്കുന്നതും ഇപ്പൊ വീട്ടുകാർക്കാണെങ്കിലും എൻ്റെ അമ്മയ്ക്കും ഇല്ല ആർക്കാണെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഇങ്ങനെ ഒരു യങ് ജനറേഷൻ്റെ ഇടയിൽ നിന്ന് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്തതിന്റെ രീതികളാണ് നമ്മുടെ സിനിമയിൽ കൂടുതലും കണ്ടിരിക്കുന്നത്. മാത്യുവിന് എന്താ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത ഈ പ്രോജക്റ്റ്? കഥ ആദ്യം കേൾക്കുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഹൊറർ കോമഡി ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ കഥ കേട്ടപ്പോൾ കോമഡി എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ജ്യോതിഷ എൻ്റെ അടുത്തൊന്ന് കഥ പറഞ്ഞു, ജ്യോതിഷം ഇക്കാൻ വന്നാൽ പറഞ്ഞു. അപ്പോൾ ജ്യോതിഷ കഥ പറഞ്ഞത് ഭയങ്കര ചിരിച്ചു. ആക്ച്വലി ഞാൻ ഈ 2 മണിക്കൂർ നറേഷനിൽ ഞാൻ കുറേ ചിരിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ആസ് ഇൻ ഷൂട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ക്യാരക്ടറിൻ്റെ ഡെപ്തും അല്ലെങ്കിൽ ഈ ക്ലൈമാക്സിനോട് മുമ്പുള്ള ഒരു സീൻ ഉണ്ട്, അത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇത് എങ്ങനെ പുൾ ഓഫ് ചെയ്യും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് പോയി. അത് ഈ ക്യാരക്ടറിൻ്റെ കുറേ ഡെപ്തുകളും പിന്നെ ഈ ഞങ്ങളുടെ 3 പേരുടെയും സീനുകളുണ്ട്. ഞാനും സബയും റോഷനും ഉള്ള കൂടുതൽ മോസ്റ്റ്ലി കുറേ സീനുകളും ഞങ്ങൾ 3 പേരും. അപ്പോൾ അത് 3 ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അല്ലെങ്കിൽ ഇവരോട് സീൻ ചെയ്യാൻ ഭയങ്കര എന്താ ടൈമിങ്സും മാച്ച് ആവണല്ലോ. അത് ഭയങ്കര ഈസി ആയിരുന്നു. നമ്മള് വന്ന് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു എല്ലാവരും മറ്റേ ഭയങ്കര സ്റ്റിഫ് അല്ലായിരുന്നു, ഭയങ്കര ഈസി ആൻഡ് ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. മീനാക്ഷിയുടെ കൂടെ ആയാലും റൊമാൻസ് ഒക്കെ ആയാലും എല്ലാം ഒരു ഡിഫറെൻറ്റ് ഇതുണ്ടായിരുന്നു. പിന്നെ ഓൾസോ ഞാൻ ഇതുവരെ ചെയ്തേക്കിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇവർ എടുത്തൊരു കോൺഷ്യസ് തീരുമാനമാണ്. ഇപ്പോൾ ഇക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പോൾ എന്നെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ്, ലുക്കിലാണെങ്കിലും ഒക്കെ ഇതുവരെ കണ്ട രീതി അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ റോണക് ചേട്ടനെ മേക്കപ്പ് ചെയ്ത അപ്പോൾ റോണക് ചേട്ടൻ ലുക്ക് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. മെൽവിജെ കോസ്റ്റ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ അത് തോന്നുന്നു. ഇപ്പോൾ അഭിചേട്ടൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴായാലും ഒക്കെ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ ക്രെഡിറ്റ്സ് ടു ദം. അപ്പോൾ അത് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര സ്പെഷ്യലാണ് ഫിലിം. What excited about the character നിങ്ങൾ രണ്ടുപേർക്കും? ഇനി മിണ്ടാതിരിക്കാൻ അല്ല, എനിക്ക് ഇതുവരെ ചെയ്യാത്തൊരു പരിപാടി അല്ലെ ഒരു പടത്തിൽ എല്ലാത്തരം പടം വളരെ ഡിഫറെന്റ് ആണ് ചെയ്യാത്തൊരു ഇതുമാണ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ലുക്കിലൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ട സജിയേട്ട എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കുറിയും ഇതൊക്കെ ജനമൽ അതുപോലെ കണ്ടേക്കാവുന്നതാണ്. ആണെങ്കിലും വ്യത്യാസം ഉണ്ട് ക്യാരക്ടറിന്റെ ഒരു ഗ്രാഫിലും. എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആക്ച്വലി സബയുടെ ക്യാരക്ടർ പടത്തിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ത്രൂ ഔട്ട് ദ സിനിമയിൽ രാജശേട്ടൻ. അപ്പൊ രാജശേട്ടന്റെ ക്യാരക്ടർ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് രാജേഷേട്ടനാണ് ഇവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ നമ്മളെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രാജേട്ടൻ വന്ന് നിന്ന് നമ്മളെ കറക്റ്റ് ഗൈഡ് ചെയ്യുന്നതും കൂടുതൽ മൂത്ത ആളെന്നുള്ള നിലയിലും. പക്ഷെ എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തും പറയാം. സഭ അത് ക്യാരി ചെയ്തേക്കുന്നതും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര പേഴ്സണലി എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ സഭയുടെ. മീനാക്ഷിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടത് വാഴയിലാണ്. അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു ബോയ്ഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ദിസ് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലുക്ക് വൈസ് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഐ തിങ്ക് ക്യാരക്ടർ വൈസ് ഓൾസോ നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി എനിക്കത് ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടറും അത് തന്നെയാണ്. കഥയാണ് എനിക്ക് ഫസ്റ്റ് ഇഷ്ടമായ. ആദ്യത്തെ നരീഷ് എനിക്ക് നൗഫലിക്ക ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു, ഒരു കഥയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പോയി കേട്ടു. നരീഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്ക് എൻ്റെ അമ്മൂമ്മയൊക്കെ കഥ പറഞ്ഞ് എനിക്ക് തരാറുണ്ട്, കുറെ പണ്ട് കാലത്തെ കഥകൾ. എന്നെ കംപ്ലീറ്റ് പ്ലീസ് വിടും. ജ്യോതിചേട്ടനും സുനിച്ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ അവര് നല്ല രീതിയിലാണ് ഒരു റിഫ്രഷിങ് ആൻഡ് സൂത്തിങ് ആയിട്ടുള്ള ഒരു നാട്ടിൻ പുറത്തെ ഒരു കഥ. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഓക്കെ റെഡി, ഞാൻ ചെയ്യാം. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എനിക്ക് ക്യാരക്ടർ ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും ചെയ്യണം എന്നാണ് ഒരു ആഗ്രഹം. നമുക്ക് ഒരു ബിഗിനിങ് സ്റ്റേജിൽ അധികം ചോയ്സസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ വാഴയ്ക്ക് ശേഷം എനിക്ക് വന്ന് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ടോം ബോയ്സ് പരിപാടികൾ തന്നെ വന്നു. അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്ത് വിട്ടത്. എന്താ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്നതാണ് നൈറ്റ് റൈഡേഴ്സും തന്നെ. അപ്പൊ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ബിഹൈൻഡ് ദ സീൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഹൊറർ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും വല്ലാത്ത സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ഞങ്ങൾ പറയുന്നതിന് മുൻപ് വേഗം എനിക്കറിയാം എന്താ പറയണത്. അങ്ങനെ വല്ലതും നടന്നോ? ഇല്ല, ഞങ്ങള് സാധാരണ ഈ ചോദ്യം വരാറുന്ന സമയത്ത് ഇവൾക്ക് കിട്ടുന്നതാണ്. ഞങ്ങളുടെ ഹൊറർ മീനാക്ഷി ഇത് വേണ്ട, ഞാൻ പറഞ്ഞ മാത്രം കണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നത് മീനാക്ഷിനെ. പ്രാങ്ക് ചെയ്ത കക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ സെറ്റ്സില്? പ്രാങ്ക് ചെയ്ത കക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, നമ്മുടെ സെറ്റ് എനിക്ക് ഒന്ന്
അങ്ങനെ പേടിയൊന്നും ഇല്ലാത്ത പേടിക്കാൻ പോലും പ്രേതം വന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും കളിയാക്കി അതുപോലത്തെ ലൈറ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. രാത്രിയൊക്കെ ഷൂട്ടാണെങ്കിലും ഭയങ്കര രാത്രി ആയിരിക്കുമല്ലോ മോസ്റ്റ്ലി അല്ല അല്ലേ? ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 60% നൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ഷൂട്ടാണെങ്കിലും നമ്മൾ നല്ല തണുപ്പുണ്ട്. ആക്ച്വലി കോയമ്പത്തൂരൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോഴും പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ പറഞ്ഞ് ഭയങ്കര ലൈവ്, അപ്പോഴും ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രി ആണെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എനിക്ക് പ്രേതം വന്നാൽ പോലും നമ്മളുടെ തൊഴിലൊക്കെ കേട്ട് കോമഡി പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ട്രോളി വിടും പ്രേതത്തിൽ. നമ്മുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട് പടത്തില്. എല്ലാം സസ്പെൻസ് ആണ്. കോയമ്പത്തൂര് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ല, കുറച്ച് 2-3 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. കോയമ്പത്തൂര് ഒരു 4 മണിക്ക് എണീക്കുന്ന ഒരു പാൽക്കാരനുണ്ട് അവിടെ. രാവിലെ തന്നെ ഇയാള് എപ്പോഴും ഫിറ്റാ, പാൽ കച്ചവടം ഒരു വണ്ടിയിൽ നടക്കുമോ. ഈ പുള്ളി രാവിലെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാരക്ടർ മുള്ളൻ പോയ സമയത്ത് കണ്ടിട്ട് പേടിച്ചടാ മറന്നു. ശരി. പുള്ളി രാവിലെ ഇങ്ങനെ എണീറ്റിട്ട് അപ്പൊ മോണിറ്ററിലൊക്കെ ഷോട്ടൊക്കെ അല്ല, ഇതിലെ മ്യൂസിക് ഭയങ്കര വലിയൊരു എലിമെന്റ് ആണല്ലോ. ആൻഡ് യു ഹാവ് യാക്സൻ, നേഹ. എന്തായിരുന്നു, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ടോൾഡ് ദം അബൌട്ട് ദ മ്യൂസിക്? എങ്ങനെയായിരിക്കണം, എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു? ഞങ്ങള് കുറെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എത്തിയത്. കറക്റ്റ് ചെയ്തും റീവർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇവര് മെയിൻ ആയിട്ട്. പിന്നെ ആക്ഷൻ ലവ് എന്ന് പറഞ്ഞ സിനിമ റഹ്മാൻ ചെയ്ത് അതിന്റെ കോറൈറ്ററും കൂടെ ആയിരുന്നു ഞാൻ. അപ്പോൾ ലവിന്റെ മ്യൂസിക് ഡയറക്ടർ ആക്ഷനാണ്. പിന്നെ അതല്ലാതെ ഞാൻ ഗ്രേറ്റ് ഫാദർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സുഷിന്റെ പ്രോഗ്രാമറൊക്കെ ആയിട്ട് ആക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തൊട്ടുള്ള പരിചയം. അപ്പോൾ എനിക്ക് മ്യൂസിക്കുമായിട്ട് സത്യം പറഞ്ഞ ഒരു ബന്ധമില്ല. ആകെ ഒരു ബന്ധം ഈ ആക്ഷന് ഹെയ്റ്റ് ഉള്ളത്. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മ്യൂസിക്കും പരിപാടിയൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു മ്യൂസിക് ലിസണറോ മ്യൂസിക് ലവറോ അല്ല ബേസിക്കലി. പാട്ടില്ലാണ്ട് പാട്ടുണ്ട് ഇപ്പൊ. സിനിമ ചെയ്യുമ്പോ പാട്ടേ പാടില്ല എന്ന് പറഞ്ഞാൽ ബേസിക്കലി നേഹയ്ക്കും യാക്സനും ഭയങ്കര ഒരു ഫ്രീ ഹാൻഡ് കിട്ടിയെന്ന് അർത്ഥം. അതെ. അപ്പോൾ എനിക്ക് എപ്പോഴും വിളിക്കാവുന്ന ഒരാളാണ് ആക്ഷൻ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആക്ഷനെയാണ് വിളിക്കണത്. ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ ആളെ ആ സെറ്റ് നമുക്ക് ഇരിക്കാന്നും പറഞ്ഞ് കഥ പറഞ്ഞ് അവർ കേട്ടപ്പോഴേ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. പിന്നെ നമ്മൾ കുറേ റെഫറൻസ് എടുക്കുകയും ഡിസ്കസ് ചെയ്യുകയും അത് വേണ്ട അത് ഇങ്ങനെ മതി ചില. പിന്നെ നമുക്ക് കുറേ ഏരിയ സൗണ്ടിലാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ കുറേ ഏരിയയിൽ മ്യൂസിക് ഭയങ്കര നല്ലൊരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. പിന്നെ അവർ ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കേൾക്കാത്ത പാട്ടുകളാണ് ഇനി ഹിറ്റാൻ ചാൻസസ് കൂടുതൽ. അല്ല, കിടക്ക് മീൻസ് അത്ര നല്ലതാ. എല്ലാവരും ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമേനെ വളരെ. ഞാൻ മ്യൂസിക് ഒക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആക്ച്വലി. ഭയങ്കര രസമായിട്ട് 8 പാട്ടും ഭയങ്കര അടിപൊളിയാണ്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു ജോണർ സോങ് കേട്ടിട്ടുണ്ട്. ഉഷാദുപ്പ് പാടുന്ന ഒരു സോങ് ഉണ്ട്. ആ ഒരു ജോണർ ഫസ്റ്റ് ടൈം ഇൻ മലയാളം സിനിമ ആണ്. ഇതുവരെ കേട്ടില്ല. ഹിന്ദി തമിഴിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഉടനെ അത് ഇറക്കാനുള്ളൊരു പദ്ധതി ഉണ്ട്. ഓക്കെ, ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ട് വേടന്റെ. പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേടൻ ഗബ്രി നമ്മൾ അവർ പൊതുവെ അവരുടെ സോങ് അവർക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രതിഷേധത്തിൻ്റെ സ്വരമൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവെ. പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ കഥ ബ്രീഫ് ചെയ്ത് കൊടുത്ത് സീക്വൻസുകൾ കാണിച്ചു കൊടുത്തിട്ട് എഴുതിപ്പിച്ചത് അവരെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇല്ലാത്തൊരു പാട്ടുകളും കൂടിയാണ് അവരുടെ സൈഡിൽ നിന്ന് ഉള്ളത്. സിനിമ ബേസ് നന്നായിട്ട് ഗബ്രിയുടെയും വേടന്റെ ഒക്കെ വരികൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കഥ മനസ്സിലാവും. ബേസിക് ആ കഥയുടെ കോറ് ഉണ്ട് വേടന്റെയും ഗബ്രിയുടെയും ലിറിക്സിൽ. ഈ ഭയങ്കര ചില്ലായിട്ടുള്ളൊരു മനുഷ്യനാണെന്നുള്ളൊരു വൈബാണ് എനിക്കിപ്പോ നോവലിന് കിട്ടുന്നത്. സിനിമ സെറ്റിലും അങ്ങനെ തന്നെയാണോ? അതെല്ലാം വിറപ്പിക്കുന്ന ഒരാളാണ്. മാത്യു പാടിയിട്ടുണ്ട്. ഞാൻ പാടിയിട്ടില്ല. മാത്യുവിന്റെ എക്സ്ക്ലൂസീവ് സോങ് ആണ് നിങ്ങൾ കാണാൻ. ഞാൻ സിനിമയില് സീനില് ചുമ്മാ മറ്റേ പാടുന്ന പോലെ പാടി. മീനാക്ഷി ആക്ച്വലി അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മീനാക്ഷിനെ നമ്മൾ പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മീനാക്ഷി എങ്ങനെയാണ് ഒരു പാട്ട് പഠിച്ച കുട്ടിയാണ്. മീനാക്ഷി ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, എനിക്കൊരാഗ്രഹമുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു.
എന്താ എനിക്കൊരു പാട്ട് പാടിക്കൊള്ളാം. ഓക്കെ പാടിക്കോ. അല്ല, നമ്മുടെ റഫ് ട്രാക്ക് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് രാവിലെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ നൗഫലിക്ക് എന്തോ ഒരു സീൻ കാണിച്ചു. അതിനകത്തൊരു റഫായിട്ട് ഒരു ട്രാക്ക് ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാനിങ്ങനെ നൗഫലിക്കോട് ചോദിച്ചു, ഇത് ഫൈനലാണോ? അപ്പൊ അല്ലടാ, ഇത് ഒന്നുകൂടെ ഒന്ന് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോഴാണ് ഞാൻ രാത്രി പോയിട്ട് എന്നാ നൗഫലിക്ക എനിക്ക് ചെറുതായിട്ടൊന്ന് പാടിയാൽ കൊള്ളാന്നുണ്ട്. അല്ല, ഇതിൽ വേണമെന്നില്ല, അടുത്ത പടത്തിലായാലും മതി. കോമഡി അല്ല ഇവള്, എനിക്ക് ഇങ്ങനെ താല്പര്യമുണ്ട് പാടാൻ. ഓക്കെ പാടിക്കോ. അത് കഴിഞ്ഞ് അതല്ല ആ സിനിമയിൽ പാടിക്കോളൊന്നുമില്ല. അല്ലല്ല, എന്നെ ട്രോളി. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ വോയിസ് മെസ്സേജ് ഞാനിവള് നിന്റെ ഈ ശബ്ദം വെച്ചിട്ട് പാടാൻ നീ കോൺഫിഡന്റ് അടിപൊളിയെന്ന് പറഞ്ഞിട്ട് വെറുതെ ഞാൻ നേഹനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ നേഹ ആണോ ഒന്ന് നോക്കിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവളെ കൊണ്ടൊരു വരി പഠിച്ചു. നേഹ എന്നെ വിളിച്ചിട്ട് കൊള്ളാലോ. ഓക്കെ. ഓ, അപ്പൊ പിന്നെ ഇപ്പൊ പ്ലാൻ ബി ആയി. ഒന്നാമത് ഒരു ലോയറാണ്, അതെ, ഇപ്പൊ പാട്ടുകാരി എല്ലാം നിറയെ പ്ലാൻസ് ഉണ്ട്, BCD എല്ലാം ഉണ്ട്. എല്ലാം പിടിക്കാൻ. അല്ല, ഈ എഡിറ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നാറുണ്ടോ ആസ് ഡയറക്ടേഴ്സ്? ഇപ്പോൾ കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ ഹു ആർ എഡിറ്റേഴ്സ്. ഹൗ ഡു യു ഫീൽ ദ ഡിഫറൻസ് ഓഫ് വർക്കിംഗ് വിത്ത് എ എഡിറ്റർ? എനിക്ക് പേഴ്സണലി എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എഡിറ്റേഴ്സാണ്. അപ്പോൾ ചമനായാലും സംഗീതേട്ടനാണെങ്കിലും അപ്പോൾ എനിക്ക് അവർ ഇപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ കാണണം. അപ്പോൾ അവർക്ക് പോസ്റ്റിലൊരു സിനിമ കിട്ടുമ്പോൾ അവർ എടുക്കുന്ന എഫേർട്സ് ആയാലും അവർ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഐഡിയാസും ഒക്കെ ഭയങ്കര, അപ്പോൾ അവരെപ്പോഴും അവർ സെറ്റിലില്ലാത്തതുകൊണ്ട് അവർക്ക് ഇങ്ങനെ മറ്റെന്താ ഈ ഷോട്ട് വേണമായിരുന്നു, ഈ ഷോട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര വേറൊരു തരത്തിലുള്ളൊരു കൺവിക്ഷൻ ഉണ്ട്. അപ്പം പിക്ക് ഡയറക്ടറായിട്ട് വന്നപ്പോഴായാലും ഭയങ്കര കൺവിക്ഷൻ ഷാർപ്പായിക്കാണ്. കറക്റ്റായിട്ട് അറിയാം എന്താ വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ വേറൊരു ഡയറക്ടർ ആയിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു 70 days എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമ ആയേനെ. കാരണം ആക്ച്വലി ഒരു വലിയ സിനിമയാണ്. പക്ഷെ നമ്മളൊരു 55 days എടുത്തിട്ടുള്ളൂ. അതൊക്കെ ഭയങ്കര ക്രിസ്പ് ഷാർപ്പായിട്ട് ഒക്കെ അറിയാം ഇത്രയും മതി, ഇതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പം ഇപ്പം നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴായാലും ആദ്യം നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് തരും, നിങ്ങൾ ചെയ്യും എന്നുള്ളത്. ഇക്കൊക്കെ അറിയാം എന്താ വേണ്ടത്. അപ്പം നമ്മുടെ ബെറ്റർ ആണെങ്കിൽ അതും ഇക്കയുടെയും വെച്ച് കോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എനിക്ക് നമ്മുടെ ഒരു ക്രൂഷ്യൽ സീൻ അത് ഭയങ്കര ബ്രേക്ക് ചെയ്താണ് ഞങ്ങൾ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസിയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു എഡിറ്ററായതിൻ്റെ ഒരു ഇത് കാരണമാണ് ആ ഒരു ഈസിനെസ്സിൽ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഭയങ്കര ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട് ഒരു സാധനം, അല്ലെങ്കിൽ ഞാനും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടേണ്ട ഒരു സാധനം നമുക്ക് ഭയങ്കര ഈസിലി ഫുൾ ഓഫ് ചെയ്യാൻ പറ്റിയത് എനിക്ക് അത്രയും എനിക്ക് ഒരു ഇതുള്ളതുകൊണ്ടെന്നുള്ളതാണ് എനിക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആക്ച്വലി. പിന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, നമുക്ക് അതും ഭയങ്കര നമുക്കും ഈസിയാണ്. അതെ 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 അതെ. ഈ സ്റ്റോറി ബോർഡ് വെച്ചിട്ടാണോ നോവൽ വർക്ക്? ഇല്ല. പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ ഇംപ്രൂവൈസേഷൻസ് ആയിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ജ്യോതിഷും സുനും സെറ്റിൽ വെച്ച് ഫുൾ ഒരു സ്ക്രിപ്റ്റും കൂടി എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് അത് കൂടാതെ വേറെ എടുത്തിട്ടുണ്ട്. അപ്പൊ സീൻസും അതിന്റെ ഡയലോഗ്സും ഒക്കെ ഫൈനലൈസ് ചെയ്യുന്ന സെറ്റ് തന്നെയായിരുന്നു. സീൻസ് അല്ല, ഡയലോഗ്സ് ഒക്കെ. അതെ അതെ, റിട്ടേൺ സാധനം ഉണ്ട്. പക്ഷെ അത് റിട്ടേണിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വെറുതെ പ്രസന്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ വായിക്കുമ്പോൾ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഞാൻ ഇവരോട് ഡിസ്കസ് ചെയ്യും, എടാ ഇത് ഒരു പ്രശ്നമാണ്, നമുക്ക് വേറൊരു പരിപാടി പിടിക്കണം. അപ്പോൾ ഞാൻ സഭനോട് ചോദിക്കും എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ സഭ ഒരു ഐഡിയ പറയുന്നു, ഇങ്ങനെ ഇങ്ങനെ ആക്കാം. റോഷൻ ഷാനവാസ് മേജർ ഇൻപുട്സ് അവൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇവരെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കും. ആ പ്ലേയിൽ കിട്ടുന്ന നമ്മളൊന്ന് അതിൻ്റെ ഒരു മീറ്റർ കറക്റ്റ് ആണോ, അത് അങ്ങനെ വേണോ ഇങ്ങനെ വേണമെന്നൊക്കെ ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു കൂടെ റഫീഖ് ഇബ്രാഹിം പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയുള്ള ബിജുമൻ, അതിൻ്റെ ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അത് ഭയങ്കര ഒരു രസമായിരുന്നു. ഇന്ററാക്റ്റീവ് പ്രോസസ്. ഞങ്ങള് ഒരു സീൻ ഷൂട്ട് ചെയ്തപ്പോൾ അപ്പോൾ അത് സീനുണ്ട്. അപ്പോൾ ആ സീൻ നേരെ അങ്ങ് ചെയ്യാൻ പറ്റില്ല എന്തോ, അപ്പം അതിന് മുമ്പ് എന്തെങ്കിലും വേണം. അപ്പം ഞാനും സമയം നമ്മൾ എന്തെങ്കിലും ഇവിടുത്തെ ഇതൊക്കെ വെച്ചിട്ട് ഈ ലൊക്കേഷൻ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി പിടിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നേക്കുന്ന ഈ സീനിട്ട് അപ്പോൾ അങ്ങനെ ഒരു മൂഡ് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം, എന്നിട്ട് ഇതിട്ട്
കയറുന്നു. അപ്പൊ ഞങ്ങള് മറ്റേ അത് ഇതൊക്കെ നോക്കിയപ്പോ റോഷൻ ഗേറ്റ് അത് ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എന്തോ ഒരു സാധനം ഞങ്ങള് വേറെ ഒരു സീൻ ഉണ്ടാക്കി. ആക്ടിംഗ് വർക്ക്ഷോപ്പ് ആയിരുന്നല്ലേ? ഞങ്ങള് 3 പേരും ചേർന്ന് ഒരു ഫുൾ സീൻ ഉണ്ടാക്കി തുടക്കം. എന്നിട്ട് പിന്നെ മെയിൻ സീനിട്ട് കയറി. അങ്ങനെ സ്പോട്ടിൽ ഉണ്ടാക്കണ അങ്ങനെ ഇമ്മീഡിയറ്റ് എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അല്ല എന്നിട്ട് അത് എടുത്ത് നോക്കിയപ്പോ അപ്പൊ ഞാനോർത്ത് നമ്മൾ ചെയ്ത സീൻ എന്ന് പറഞ്ഞപ്പോ എടുത്ത് നോക്കിയപ്പോ ആ സീനില്ല. നേരെ ഇല്ല, നമ്മള് വന്നു കയറി നേരെ മറ്റേ നമ്മള് പെട്ടെന്ന് വരുമല്ലോ. കുറച്ച് ഒരു ഫുൾ സാരം പോയി. പിന്നെ ഒരു ഇത് പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ പോർഷനാ ഒരു പാടത്തിന്റെ ഓരത്ത് ഇവരുടെ പരിപാടി എടുത്തിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കോസ്റ്റ്യൂമൊക്കെ തന്നിട്ട് ഞാനും അതെന്താ വെച്ചാൽ എഡീസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇരുന്നോട്ടെ സേഫ്റ്റിക്ക്, എന്തായാലും ഇവര് കുറച്ചു നേരം കഴിഞ്ഞാൽ വരണം, എന്നാ പിന്നെ ഇപ്പളേ വന്നോട്ടെ, എന്തെങ്കിലും വേണമെങ്കിൽ ഇനിയിപ്പോ ഓടിച്ച്, കാരണം ലൊക്കേഷൻ ദൂരെ നമ്മൾ നിൽക്കുന്നിടത്ത് വന്നോട്ടെ കുറച്ച്. ഞങ്ങൾ വെറുതെ വന്നു, ഞങ്ങളുടെ പരിപാടി ഉണ്ടെന്ന് ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ നൗഫൽക്ക് നമ്മളെ കണ്ടു. അവര് വന്നാ ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നു, ഇനിയിപ്പോ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്നിട്ട് ഇവരൊരു പരിപാടി നടക്കുന്ന സമയത്ത് ഞങ്ങളെ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്കൊരു പരിപാടി. പക്ഷെ അത് ഭയങ്കര ആ സീനിൽ ഭയങ്കര അത് രസമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ കോമഡി. ഔട്ട്ഡോർ ആയിരുന്നു, കോയമ്പത്തൂരായിരുന്നു, ക്രൗഡും ബേളൊക്കെ ഇട്ടപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ മാനേജേഴ്സിന്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് ഇവരെ മാത്രം ക്യാമറയും നമ്മൾ മാത്രം വേറൊരാൾ അങ്ങോട്ട് കൊണ്ടുവരും. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു ലോഡ് വണ്ടിയും കുറെ ആൾക്കാരും കൂടെ ഇവരും കൺട്രോൾ ചെയ്യാനേ പറ്റാതെ. അപ്പൊ സഭയ്ക്ക് എപ്പോഴും ഡൗട്ട് അവസ്ഥ ഇവിടെ എന്താ നമ്മള് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു റോഷനെ കൂട്ടി കുറച്ച് അങ്ങോട്ട് മാറി അവിടുന്ന് ആക്ഷൻ പറയുമ്പോ ഇങ്ങനെയാണ് ചെയ്തത്. അഭിലാഷിന്റെ ഇടയ്ക്ക് എന്തോ പറയാൻ വന്നിരുന്നു. അല്ല ഈ മറ്റേ എഡിറ്റിന്റെ കാര്യം പറഞ്ഞത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നൗഫൽ എഡിറ്റർ ആയതുകൊണ്ട് ലൈക്ക് എന്ത് വേണം എന്ത് വേണ്ട, ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മള് അവൈലബിളിലൊക്കെ ചില സീനൊക്കെ ചെറിയ പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ചില പോർഷനിലൊക്കെ വരുമ്പോൾ ഇവരുടെ മുഖത്തൊക്കെ ഒരു അലന്ന ലൈറ്റൊക്കെ കിടക്കും, ഒരു അലമ്പ് ലൈറ്റൊക്കെ കിടപ്പുണ്ടാവും. അപ്പൊ ഞാൻ ചെന്ന് പറയടാ അതെടുക്കുമോ, അതെടുക്കൂല. അപ്പൊ തന്നെ എന്നിട്ട് പക്ഷെ പറഞ്ഞ പോലെ തന്നെ അതൊന്നും എടുത്തിട്ടില്ല, നല്ലത് മാത്രം വെച്ച് എനിക്ക് കണ്ടപ്പോഴും ഞാൻ ഹാപ്പിയാണ്. അപ്പൊ അത് അങ്ങനെ നല്ല ഹെൽപ്ഫുള്ളാണ്. എഡിറ്റ് ആസ് എൻ എഡിറ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചിരുന്നു. അപ്പൊ അത് ശരിക്കും ഈ ഡയറക്ടർ ജോലി എത്ര ഡിഫിക്കൽട്ട് ആണ് നോഫൽ? മെഷീനിലിരുന്ന് എഡിറ്റ് ചെയ്യാൻ എത്ര എളുപ്പമല്ലേ? അല്ല എഡിറ്റിങ് അറിയാവുന്നത് കൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് എന്നുള്ളത് എല്ലാവരും കംഫർട്ടബിൾ ആണെന്നോ പറയണത്. അത് നമുക്ക് എഡിറ്റിങ്ങിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് അറിയാവുന്നതുകൊണ്ട് ഉള്ള കുറച്ച് ഇതുണ്ടല്ലോ. ഓഫ് കോഴ്സ് ഈ ഡയറക്ടറുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആർക്കാണെങ്കിലും അത്ര ഭാരമില്ലല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ടും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇത്രയും ആളുകളെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ പേജിലോട്ടാകണം. എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് വിഷയമാവും, കാരണം ഡെയിലി വലിയ എമൗണ്ട് സ്പെൻഡ് ആവണതല്ലേ. അപ്പോൾ ഞാൻ കോൺഷ്യസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡ്യൂസർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ കൂടെ കട്ടൊക്കെ കൂടെ ചിൽ മച്ചന്മാരാണ്. അപ്പോൾ അവർ ഞാനൊന്ന് എന്തെങ്കിലും പാളി അത് വേണ്ട, ഡെയിലി 7 ലക്ഷം 8 ലക്ഷം എന്തായാലും ആവും. അപ്പോൾ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ എന്തെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയും വേണ്ട അത് പിടിച്ചോ എടുത്തോ എന്നിട്ട് അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒരു ദിവസം പറഞ്ഞു സജിനിക്ക ചെയ്തേക്കും. സജിനിക്ക 1100 അഞ്ചക്കള്ളക്കോക്കാൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അഭിനയവും ഉണ്ട്. ഹലോ മമ്മി നീല വിളിച്ചൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സജിനിക്ക് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു സിനിമയില്. അപ്പോൾ ഒരു ക്യാരക്ടർ അപ്പൊ അല്ലാണ്ട് അപ്പൊ ഇങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ സജിനിക്ക് എന്നിട്ട് അല്ലെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സീനുകളൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സജിനിക്ക് പുള്ളി പറഞ്ഞാല് നമ്മള് എല്ലാവർക്കും ഗെറ്റപ്പ് പിടിച്ചിട്ടുണ്ട്. കാരണം കാണുന്ന പോലെ ഒരാളും ആരും കാണരുത്. റോണിച്ചേട്ടനൊരു ഗെറ്റപ്പ്, അബുഖാനൊക്കെ ഒരു ഗെറ്റപ്പ്, എല്ലാവർക്കും അങ്ങനെ ഒരു ഡിഫറൻസ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ പ്രൊഡ്യൂസർ സജിന്റെ അടുത്തും ഒരു ഗെറ്റപ്പ്, കുട്ടൻ തമ്പുരാനായിരുന്നു റെഫറൻസ്. അവ പറഞ്ഞ പോലെ പുള്ളി ഷേവൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് മറ്റുമ്പോ അയച്ചു തന്നു. ദുബായ് ടു ഇവിടെ വീക്കിലി വന്നു പോണ പ്രൊഡ്യൂസേഴ്സ്, വീക്കെൻഡ് പ്രൊഡ്യൂസേഴ്സ്.
ഒരു 35-40 ദിവസമൊക്കെ ആവാറേ. അപ്പോൾ പ്രൊഡ്യൂസർക്ക് തോന്നി ഇങ്ങനത്തെ പോയി കഴിഞ്ഞാൽ ഒരു 70-80 ദിവസം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ നഫു കുറച്ച് സീനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നീ എഡിറ്ററല്ലേ ഒന്നുകൂടെ നോക്കി നോക്കടാ. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ സീൻ അങ്ങോട്ട് എടുക്കുകയാണ്. അല്ല അങ്ങനെയല്ല, അല്ല അത് അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല. ഞാനത് അത് കാരണമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KS രവികുമാറില്ലേ ഡയറക്ടർ, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ രാത്രി നമ്മൾ റീലൊക്കെ വെറുതെ കിടക്കുക ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ രാത്രി കണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കാണിക്കാൻ പാടില്ല, കാണിച്ചത് പറയാൻ പാടില്ല. അതായത് ഇപ്പോൾ സിനിമയല്ലേ, ഇപ്പോൾ നമ്മളൊരു ഡയലോഗ് പറഞ്ഞു, ആ പറഞ്ഞതിനെ വിശദീകരിച്ചൊരു സീക്വൻസ് വേറെ കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സീക്വൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് നമ്മൾ ഓഡിയൻസിനാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ആവേണ്ടത്. മറ്റേ ക്യാരക്ടറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അത് അവിടെ അപ്പോൾ അത് ഒരു ഏരിയയിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആക്ച്വലി ഈ പ്രൊഡ്യൂസർ സീൻ കളയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ വരുന്ന കാര്യം അതിൻ്റെ തൊട്ട് മുന്നത്തെ സീനിൽ പറയുന്നുണ്ട്, വന്ന് പോയതിന് ശേഷമുള്ള കാര്യം അടുത്ത സീനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാതെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്താൽ അല്ല ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എലിമെന്റ്സ് ഉണ്ട്. ഒന്ന് ഇറ്റ്സ് യുവർ ഡെബ്യൂ മൂവി അല്ലേ, സോ ടു സേ. മാത്യു യു വർക്കിംഗ് വിത്ത് എ ഡെബ്യൂട്ടന്റ് ഡയറക്ടർ. ഓഫ് കോഴ്സ് എഡിറ്റിംഗിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതൊരു വലിയ കോൺഫിഡൻസ് ആണ്. പക്ഷെ എന്നാലും ഒരു ഡെബ്യൂട്ടാണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പ്രോജക്റ്റ് ഒരു വലിയ പ്രോജക്റ്റ് ആണ്. അതിന്റെ പ്രഷർ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ഈ നമ്മുടെ കിളി പോയ മട്ടൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഇപ്പൊ നൗഫലിക്ക് ഡെബ്യൂട്ടന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റിൽ അത് തോന്നുന്നില്ല. ഹീസ് വെരി ക്ലിയർ, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട്. നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലായാലും എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അത് ആക്ടേഴ്സിന്റെ ഫ്രണ്ടിൽ കാണിക്കില്ല. ഭയങ്കര നമ്മളുടെ അടുത്തല്ല, അവരുടെ അടുത്ത്. അതെന്താ കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കുമല്ലോ ചില സമയത്ത് നമ്മൾ ലേറ്റ് ആവുന്ന സമയത്തൊക്കെ. അല്ല ഞങ്ങളുടെ അടുത്തല്ല കേട്ടോ, ആക്ടേഴ്സിന്റെ അടുത്തല്ല. അല്ല അത് സ്ഥിരം ഡയറക്ടേഴ്സ് അങ്ങനെയാണ്. അതെന്താ വെറുതെ പറഞ്ഞു ഇനി അല്ലേ തന്നെ ഒന്നും ചെയ്യുന്നില്ല, ഇനി പറഞ്ഞു മൂടും പോയിട്ട് ഇന്നത്തെ ഷൂട്ട് നടക്കണ്ട. പലപ്പോഴും കേട്ടിട്ടുണ്ട് ഡയറക്ടേഴ്സിന്റെ പ്രഷർ കൂടുമ്പോ അവിടെ സൈഡിൽ ഇരിക്കുന്ന ഏടിക്കായിരിക്കും മുഴുവൻ ആക്ടേഴ്സിന് കൊടുക്കേണ്ടതും അവിടെ കൊണ്ടേ കൊടുക്കും. നമ്മുടെ ADs ടീം ആയാലും എല്ലാവരും ഭയങ്കര ഓൺ ആയിട്ടാണ് ഇപ്പോഴും. നമ്മളുടെ പോസ്റ്റിലായാലും എല്ലാ അശ്വിൻ, ഫർഹാൻ, അഭിജിത്ത് കുറെ പേര് എല്ലാരും ഓണാണ്. ചില സീനൊക്കെ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു സീൻ എടുക്കുമ്പോ അതിനൊരു വൈഡ് എടുക്കും, ക്ലോസ്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവും. ചില സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വേറെ കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് ഇക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇക്ക അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കും. അതെ അതെ അതെ. ഇപ്പൊ എന്താ ലൈറ്റ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ച് ഷൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് ഈ എക്യുപ്മെന്റ് ഒക്കെ മാറുമ്പോൾ ടൈം കൺസ്യൂമിങ്, അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് ഒക്കെ ചെയ്തേക്കാം. അപ്പൊ നമ്മളൊക്കെ എന്താ ഇവിടെ എടുക്കുന്നത്, തീർന്ന ഇത് മതിയാ, ഒന്നും പിടികിട്ടില്ല. ഇല്ല മാത്യുവിനൊക്കെ പറഞ്ഞു ഡബ് ചെയ്യാൻ വന്നിട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോ ശരി ഇങ്ങനെ കൊള്ളാലോ. അപ്പൊ ഇത് 2 ദിവസം കഴിഞ്ഞ് ഷൂട്ട് 2 ദിവസം എടുത്തിട്ടുണ്ടാവും ആ സീൻ. അപ്പൊ 3-ാമത്തെ ദിവസം വരുമ്പോ ഇക്കത് ചുമ്മാ ഒരു റഫ് എഡിറ്റ് സ്പോട്ട് എഡിറ്റ് ഉണ്ട്. അപ്പൊ ഇക്ക ചുമ്മാ അത് ഇടും എഡിറ്റ് ചെയ്തിട്ട്. അപ്പോഴാണ് ഓക്കേ ഇതൊക്കെ ഇങ്ങനെയാണ്. ഈ കാസ്റ്റിംഗ് പ്രോസസ് ഒക്കെ കുറച്ച് ആലോചിച്ച് എങ്ങനെയായിരുന്നു കാസ്റ്റിലേക്ക് എത്തിയത്? ഞാൻ എന്തോ ഉണ്ട് അവിടെ. ഇല്ല കാസ്റ്റിങ്ങിൽ 99% കാസ്റ്റിങ്ങിൽ ബുദ്ധിമുട്ടിയിട്ടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാവരും ഓക്കെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ വിളിച്ചാൽ വരാവുന്നവരെ നമ്മൾ കോർത്തിണക്കിയെന്ന് പറയില്ലേ, അത് നമ്മുടെ റഹ്മാണല്ലോ, ഖാലിദ് റഹ്മാൻ. എൻ്റെ അടുത്ത് 2-3 പടം ഞാൻ പ്ലാൻ ചെയ്തു മുന്നേ. അപ്പോൾ അത് പല പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. അപ്പോൾ ഒരു പടം ചെയ്യാന്നുള്ളൊരു പരിപാടി ഇൻഡസ്ട്രിയിൽ അറിഞ്ഞു മൊത്തത്തിൽ. പിന്നെ ആരും എന്നെ എഡിറ്റ് ചെയ്യാൻ വിളിക്കാതെ ആകെപ്പെട്ടു, ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ റഹ്മാനോട് പറഞ്ഞു ആളെ എന്താ ചെയ്യാ എടാ, അപ്പം എടാ നീ വിളിച്ചാൽ വരുന്ന ആൾക്കാരെ വെച്ചിട്ട് പടം ചെയ്യും, പിള്ളേർ പടം പിടിക്കുക, പരിപാടി വർക്കായ എല്ലാവരും കണ്ടോളും സാധനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഥ കിട്ടണത്. പലർക്കും എൻ്റെ അടുത്ത് ദേഷ്യമായിരിക്കും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ. അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഉണ്ട് ഇവൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ.
അപ്പോൾ ആ പുള്ളിക്കാരിനെ ഞാൻ പലരെയും വെക്കാൻ ആലോചിച്ച് ചിലരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു ഏരിയയാണ് ഇവൻ്റെ ഒരു ഓവർകം ഏരിയ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, അതെങ്ങനെ വേണമെന്ന് എനിക്ക് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊരു ഫേസ്, ഇപ്പോൾ അത് ആ ക്യാരക്ടർ ചെയ്തത് മെറിൻ ഫിലിപ്പ് എന്ന് പറയും. അപ്പോൾ ആ ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്യാനായിട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടിയത്. കറക്റ്റായിട്ട് ചൂസ് ചെയ്തത് ലാസ്റ്റ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു. ഏറ്റവും ആപ്റ്റായി അനശ്വരയുടെ സിനിമയിലുള്ള സൂക്ഷ്മദർശിനിയിലൊക്കെ ഉണ്ട്. ഓക്കെ, സൂക്ഷ്മദർശിനിയിലുണ്ട്. അത് ആ ക്യാരക്ടർ ചെയ്യാൻ മെറിൻ്റെ ഭയങ്കര, കാരണം അത് ഞാൻ പറഞ്ഞതായിപ്പം സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ക്യാരക്ടർ വന്ന് ചെയ്യാന്നുള്ളത് ഭയങ്കര എല്ലാ ആക്ടേഴ്സും ചിലപ്പോൾ അത് ചെയ്യണം എന്നില്ല. കാരണം ഫേസ് വാല്യൂന്റെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും അത് മെറിനാണെന്ന് പോലും മനസ്സിലാവില്ല ചിലപ്പോൾ. അതെ മെറിനാന്ന് പറഞ്ഞ പോലും മനസ്സിലാവില്ല. അപ്പൊ അത് മെറിൻ ഭയങ്കര നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര രസം. ശരിക്കും നമ്മൾ നല്ലൊരു ഫേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇൻ ദ സെൻസ് ദാറ്റ് ഈ മലയാള സിനിമയിലെ എന്താണ് എല്ലാം സർപ്രൈസ് എലിമെന്റ്സ് ആണ്. നമ്മൾ വിചാരിക്കാത്ത സിനിമകൾ സൂപ്പർ ഹിറ്റ്സ് ആവുന്നു, നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോകുന്നതായിരിക്കും വളരെയധികം കയറി പോകുന്നത്. എന്നാൽ പ്രതീക്ഷയുള്ള സിനിമകൾ ഫ്ലോപ്പും ആവുന്നു. ആകെ കൂടി ഒരു വല്ലാത്തൊരു എന്താ പറയുക, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഫോർ ദാറ്റ് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ഇൻ എ വേ ഇസ് കൈൻഡ് ഓഫ് കൺഡ്യൂസീവ് ഫോർ ദിസ് മൂവി. ബിക്കോസ് ഒരു പുതിയ ജോണറാണ്, നമ്മളധികം കാണാത്ത ജോണറാണ്. എന്നാൽ ആൾക്കാർ പുതിയ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ്. സോ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് നിങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിന് എന്തായിരിക്കും പറയാ about the movie? യു സ്റ്റാർട്ട് വിത്ത് അഭിലാഷ്, ഏറ്റവും കുറച്ച് സംസാരിച്ച ആളുകൾ. ഈ പറഞ്ഞ പോലെ എന്റർടൈൻ ചെയ്യാനുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്, നല്ല പെർഫോമൻസുകളുണ്ട്. പിന്നെ പുതുമ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് കഥ മൊത്തത്തിൽ പുതുമയാണ്, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, എന്നാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊക്കെയാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി ഇനി എല്ലാം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പാരലൽ യൂണിവേഴ്സ് പോലെ എന്തോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് വെച്ചാൽ ഒരു റിയാലിറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സിനിമകൾ കാണാൻ, അത് ഇപ്പം കോമഡി, എലിവേറ്റഡ് കോമഡി ആണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതിനെക്കുറിച്ച്. ശരത് ശരത്ത് എന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കണില്ല. ഞാൻ സെറ്റിൽ വിളിച്ചാൽ പോലും മൈൻഡ് ചെയ്യൂല. സഭ എന്ന് വിളിക്കുമ്പോ നല്ല പ്രതീക്ഷയുള്ള പടം തന്നെയാണ്. ഞാൻ തിയേറ്ററിലൊക്കെ കഥ കേൾക്കുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമയുള്ള അങ്ങനത്തെ കഥകൾ, അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഇന്നാവുന്നത്. അപ്പം ഇതെനിക്ക് ഞാൻ നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് ഈ പടത്തിനെയും എൻ്റെ ഭാവിയെയും ഞാൻ കാണുന്നത്. ഇനി നമുക്ക് ഹൊറർ സിനിമയൊക്കെ കാണണ്ടേ മാത്യു? ഇത് കുഴപ്പമില്ല, കാണൂലേ? ഇത് കാണും. ഇതെല്ലാം തുടക്കം കുറിക്കാം. ഇല്ല, എനിക്ക് കോമഡി ഹൊറർ ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ രോമാഞ്ചം അതൊക്കെ അതാണ് എന്റെ കറക്റ്റ്. അതിനപ്പുറം ഹൊറർ പറ്റില്ല. അപ്പൊ ഇത് അല്ല, ഈ പറഞ്ഞ പോലെ പിന്നെ എല്ലാം ഈ എന്റർടൈനർ ആണ്. അഭിചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ 2 hours ഉള്ളൂ. അപ്പൊ ഭയങ്കര പാക്ഡ് ആയിട്ട് ഇവന്റ്ഫുൾ ആണ്. അപ്പം നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാണ്ട് കൊണ്ടുപോകും പടം. ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് 3 പേർക്കും വാട്ട് ഈസ് ദ ബിഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ യു ഗോട്ട് ഫ്രം ദിസ് മൂവി? എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു ഭയങ്കര മെച്യൂർ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അതിട്ടുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സീൻസ് ഒക്കെ ഡെഫിനറ്റ്ലി എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തു. അവർ ആ ട്രസ്റ്റ് എനിക്ക് തന്നു, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് തന്നു. എസ്പെഷ്യലി ആ ചൈൽഡ്ഹുഡിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇതിലൂടെ ഡെപ്തി പോകാനുള്ള സ്പേസ്. ശരത്, യു വാണ്ട് ടു ആഡ് സംതിങ്? ഞാൻ സ്ക്രീൻ ടൈം ഒരു കൂടുതലുള്ള, ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളിൽ സ്ക്രീൻ ടൈം കുറച്ചുകൂടെ കൂടുതലുള്ളൊരു പടമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. ത്രൂ ഔട്ട് തന്നെ ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഒരു ക്യാരക്ടറും പല ഇമോഷനിലൂടെയും, ചുമ്മാ കോമഡി എന്ന് പറഞ്ഞ് ആ കോമഡിയിലൂടെ മാത്രമല്ലാതെ വേറെയും കുറച്ച് ഇമോഷണൽ ട്രാക്കുകളിലൂടെയൊക്കെ പോയിട്ട് ഒരു ക്യാരക്ടർ ഗ്രാഫ് ഒന്നിങ്ങനെ മാറി മാറി പോകുന്ന. എനിക്ക് അത് തന്നെയാണ്. എനിക്ക് ആദ്യമായിട്ട് ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യാൻ പറ്റി. കുറേ കാര്യങ്ങൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. ഇപ്പൊ ധന്യ ചേച്ചി പറഞ്ഞ പോലെ നെല്ലിക്കാമ്പൂൽ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു ഗ്രാമമാണ്. അതിനകത്തെ ക്യാരക്ടേഴ്സ് ആയാലും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലുള്ളൊരു സന്തോഷമുണ്ട്. ഫുൾ പോസിറ്റീവ് വൈബ്സ് അതെന്തായാലും സ്ക്രീനിലും റിഫ്ലക്റ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ എല്ലാവരും
വിശ്വസിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ, ഒരു നല്ല ഡയറക്ടർ, ഒരു നല്ല ടീം, ഒരു കാം എൻവയറമെന്റില് നമുക്ക് ക്രിയേറ്റീവ്ലി കാമൊന്നുമല്ല. ഞങ്ങളെവിടെ പരിപാടി അത് ഞാൻ അസ്യൂം ചെയ്ത നോവലിലെ കണ്ടിട്ട്. അപ്പൊ ഒരു ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു പിന്നെ സിനിമയാണ്. ഉറപ്പായിട്ടും എല്ലാ ഇതിലും നല്ലോണം പേടിക്കോ? പേടിക്കേണ്ടതാണ്. ഇപ്പോൾ ഫൈനൽ മിക്സ് രാജാകൃഷ്ണൻ, MR രാജാകൃഷ്ണനാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നോഫിൽ എന്തൊക്കെ മാജിക്കുകൾ സംഭവിക്കുന്നുണ്ട്, ഭയങ്കര വർക്കാവുണ്ട് പരിപാടി. എസ്പെഷ്യലി പറഞ്ഞ പോലെ ഈ മെറിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പരിപാടി അത് വിചാരിച്ച പോലെ തന്നെ വന്ന് അങ്ങനെ പേടിക്കാണ്ടെന്ന് തന്നെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ജംപ് സ്കെയർ മൊമെന്റ്സും പരിപാടികളും ഒക്കെ ഉണ്ട്, വർക്കാവുണ്ട് എന്നുള്ളത് തന്നെയാണ്. പേടിയുണ്ട്, പേടിക്കുള്ള പരിഹാരമുണ്ട്. പേടിപ്പിച്ച കുറച്ചേരം നമ്മള് ചിരിപ്പിക്കും. പിന്നെ ആൾക്കാരെല്ലാരും കൂടി പറയില്ല ഈ അന്ധവിശ്വാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാണെന്നൊക്കെ. അത് അതൊരു വലിയ പ്രൊമോട്ട് ചെയ്യണില്ല. അതിന് ഓപ്പോസിറ്റ് ആക്ച്വലി അതിന് ഓപ്പോസിറ്റ് ആണ്. അതിനുള്ള പരിഹാരം എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. അന്ധവിശ്വാസമുണ്ട്, അന്ധവിശ്വാസം ഇല്ലായ്മയുണ്ട്. അങ്ങനത്തെ ഒരു വേൾഡ് ആണ്. പല ഇപ്പൊ തമിഴ്നാട്, കേരളം, അപ്പൊ പല സ്ഥലത്തുനിന്നും വന്നിട്ടുള്ള കൾച്ചറുകളെല്ലാം കൂടെ കൂടി കുഴഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ പോലത്തെ ഉള്ള ഒരു സ്ഥലത്തെ അങ്ങനെ വെച്ചിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ എല്ലാം ഉണ്ട്. So all the very best നിങ്ങൾ എല്ലാവർക്കും, and I hope to catch the movie in the theater. Thank you so much for the movie. Thank you.